ഗൈസ്, ഇന്ന് കുറച്ച് വെള്ളമോത വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് കറിയാക്കിയിട്ട് ഈ കപ്പയും നമുക്ക് വേവിച്ചെടുക്കാം. ഗൈസ്, ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. ഗൈസ്, എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു, നമുക്ക് ഇഞ്ചി ഇടാം. നമുക്ക് വെളുത്തുള്ളി ഇട്ടേക്കാം. അല്പം ഒന്ന് മൂക്കട്ടെ. അപ്പം നമുക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി അല്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യും, നമുക്ക് ചുമന്നുള്ളി ഇടാം. എൻ്റെ അടുപ്പിൻ്റെ സ്ഥലത്ത് നല്ല കാറ്റാണ് കേട്ടോ. അത് കാരണം പുക എന്നെ അടിച്ച് ഇങ്ങനെ കൊല്ലും. നല്ല പുകയുണ്ട് ഗൈസ്. പാചകപ്പുരയിൽ പുറകിൽ അടുപ്പുണ്ട് കേട്ടോ. പക്ഷെ അവിടെ വെച്ചാൽ നമുക്ക് നല്ല പ്രകാശം കിട്ടത്തില്ല. അത് കാരണമാണ് ഞാൻ ഇതിൻ്റെ മുൻവശത്തേക്കൊരു അടുപ്പ്, താൽക്കാലികമായ അടുപ്പ് കൂട്ടി ശരിയാക്കിയതാ കേട്ടോ. വേറെ ചിലപ്പോൾ നനഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് നല്ല പുക. ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ടേ, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പൊടികൾ എടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാമേ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴുകി വൃത്തിയാക്കിയ പുളി ചേർത്ത് കൊടുക്കാമേ. പൊടിയെല്ലാം ചേർത്ത്, വെള്ളം ചേർത്ത്, പുളിയിട്ട്, ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് വെക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പൊന്ന് തിളച്ച് വരട്ടെ, നമുക്ക് അടച്ച് വെക്കാം. അരപ്പ് തിളച്ചൊന്ന് നോക്കാം. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമേ. അടച്ച് വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. മീൻ റെഡിയായി വരുമ്പോഴേക്ക് നമുക്ക് കപ്പ
വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം. ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നോക്കാം എന്തായാലും. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് വാങ്ങിയെടുക്കാം. കറി നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് കപ്പ അടുപ്പത്താക്കാം. കപ്പ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. കപ്പ വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായി വരട്ടെ, നമുക്കൊന്ന് അടച്ചു വെക്കാം. കപ്പയ്ക്ക് അരപ്പിട്ടിട്ട് 2 മിനിറ്റ് ആയി. നമുക്കിനി കറിവേപ്പില ഇട്ടിട്ട് ഇളക്കിങ്ങെടുക്കാം. കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ടുപോലെയുള്ള കപ്പ. ഇതും മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്കണം. ഇതിലേക്ക് നമുക്ക് മീൻകറിയും കൂടി ഒഴിച്ച് ഒരു പിടി പിടിച്ച് നോക്കാം. നല്ല കുറുകി നല്ല മണമൊക്കെ ഉള്ള നല്ല അസല് മീൻകറി. അപ്പം നമ്മുടെ കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണേ. നല്ല ചൂടുണ്ട് ഗൈസ്. അതെ, കൊള്ളാം, സൂപ്പർ. എരിവ്, പുളി, ഉപ്പ് എല്ലാം പാകത്തിന്. അപ്പം ഗൈസ്, നല്ല വെള്ളമോത മീൻകറിയും കപ്പയും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.